ഹലോ ഹലോ, ആരാണ്? സാർ നമസ്കാരം. ഞാൻ എസ് ബാങ്കിൽ നിന്നാണ്. ഞാൻ മാനേജർക്ക് കണക്ട് ചെയ്യാം. ഹലോ 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 മിസ് അല്ലേ? മാഡത്തിന് എന്റെ പേരെങ്ങനെ മനസ്സിലായി? നിങ്ങളുടെ കാർഡിന് ഒരു ഓഫർ വന്നിട്ടുണ്ടായിരുന്നു, അറിഞ്ഞായിരുന്നോ? ആണോ? താങ്ക് യു. താങ്കളുടെ കാർഡ് നമ്പർ 94 അല്ലേ? ഒരു സെക്കൻഡ് മേഡം, ഒരു സെക്കൻഡ്. കാർഡ് എടുത്തോട്ടെ. അതിന്റെ അവസാനത്തെ 4 അക്കം ഒന്ന് പറയാമോ? ഒരു സെക്കൻഡ് ഒന്ന് നോക്കിക്കോട്ടെ മേഡം. ഇതാണ് മേഡം. ഓക്കെ, നന്ദി. മേഡത്തിന്റെ പേരെന്താ? ഹലോ, നിങ്ങളുടെ കാർഡിന് പുറകിലുള്ള CVV നമ്പർ ഒന്ന് പറയാമോ? ശരിയല്ലേ മേഡം? താങ്കളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് നൽകിയിട്ടുണ്ട്, അതിലുള്ള OTP ഒന്ന് പറയാമോ? ഒരു മിനിറ്റ്, കട്ടിയല്ലേ മേഡം? നോക്കട്ടെ. നന്ദി. നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. ഹലോ, നിങ്ങളുടെ ATM കാർഡിന്റെയോ ക്രെഡിറ്റ് കാർഡിന്റെയോ വിവരങ്ങൾ ആരുമായും പങ്കുവെക്കരുത്. അതുപോലെ OTPയും. അഥവാ നിങ്ങൾ ഓൺലൈൻ തട്ടിപ്പിന് ഇരയായാൽ 1930 എന്ന നമ്പറിൽ ഉടൻ വിളിക്കുക. നന്ദി. നിങ്ങളുടെ അതായത് കേരള പോലീസിൻ്റെ അവയർനെസ് വീഡിയോ കലക്കിയിട്ടുണ്ട്, പൊളിയായിട്ടുണ്ട്. എന്നാലും ഞമ്മക്ക് പറയാനുള്ളത് 1000 പേരിൽ വെറും 10 പേര് മാത്രമാണ് ഈ ഓൺലൈനിൽ തട്ടിപ്പിൽ ഇരയാവുന്നത്. 10 പേരും നല്ല കാശുള്ളവരും ബാങ്ക് ബാലൻസും ഉള്ളവരാണ്. പക്ഷേ നിങ്ങളും ഗവൺമെൻറ്റും ചേർന്ന് പാവപ്പെട്ടവനെ കൊള്ളയടിക്കുന്നതാണ് ആദ്യം നിർത്തേണ്ടത്. ഒരു പാവപ്പെട്ട ദിവസവേതനക്കാരൻ്റെ കാര്യം പറയാം. അവൻ 1000-ൽ താഴെയാണ് ഇവിടെ സമ്പാദിക്കുന്നത്. 500-600 ആയിരിക്കാം. ഈ ക്യാഷ് അവൻ്റെ വീട്ടു ചെലവിനെ പറ്റുന്നുള്ളൂ. വർഷങ്ങളുടെ പ്രയത്നത്തിൽ എങ്ങനെയൊക്കെയോ അവൻ മിച്ചം പിടിച്ച് ഒരു 5,000-10,000 കൊടുത്തൊരു ബൈക്ക് വാങ്ങി. പാവപ്പെട്ടവൻ അറിയാതെ ഹെൽമറ്റ് മറന്നിട്ട് ഒന്ന് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പോലീസ് ഏമാന്മാരുടെ കയ്യിൽ പെട്ട് കഴിഞ്ഞാൽ അവരത് ഫൈൻ ഇടുന്നത് 5,000-10,000 അതവന് ഏറ്റവും കഷ്ടമുള്ള വിഷയമാണ്. തിരിച്ചു വരുന്ന വിലക്കയറ്റത്തിൽ ചുരുളി പോലെ ചുരുണ്ടുകൊണ്ട് ജീവിക്കുന്നവനാണ് സാധാരണക്കാരൻ. അവൻ എന്തെങ്കിലും അവയർനെസ് മെസ്സേജ് കൊടുക്കൂ. നിങ്ങൾ ഓൺലൈൻ തട്ടിപ്പിൽ ഇരയാകുന്നത് കാശുള്ളവനാണ്, അവന് ബാങ്ക് ബാലൻസ് ഉള്ളവനാണ്. അല്ലാത്തവനൊന്നും ഇവിടെ പറ്റിക്കപ്പെടുന്നില്ല. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു പാവപ്പെട്ടവന് 3 വട്ടം വാർണിംഗ് കൊടുക്കൂ. എന്നിട്ടും അവനത് പാലിച്ചില്ലെങ്കിൽ മാത്രം അവന് മാന്യമായിട്ടൊരു ഫൈൻ കൊടുക്കൂ. അല്ലാതെ 5,000-10,000 അല്ല അവൻ ഫൈൻ കൊടുക്കേണ്ടത്. ഒരു പാവപ്പെട്ടവന് നിങ്ങൾ 10,000 രൂപ ഫൈൻ അടിച്ചു എന്ന് വെച്ചോളൂ. അവൻ ആദ്യം കയറി BP അടിച്ച് മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കുടുംബം അനാഥമാകില്ലേ? ആദ്യം നിങ്ങളും ഗവൺമെൻറ്റും ചേർന്ന് ഇതിനൊരു പരിഹാരമുണ്ടാക്കൂ. ഇത് നിങ്ങൾക്ക് തരുന്ന ഒരു അവയർനെസ് വീഡിയോ മാത്രമാണ്.